ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ഷീ മാഗസിൻ. എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. സോ ദിസ് ഈസ് ഡേ 2 ഇൻ മണാലി. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. നമ്മളെ ടീമിലുള്ള എല്ലാവരും ഇതാ പുറത്തിറങ്ങി നിൽക്കുകയാണ്. ഇന്ന് വലിയ തണുപ്പൊന്നുമില്ല. ടെമ്പറേച്ചർ ഈസ് അറൗണ്ട് 30-40 ഡിഗ്രിയാണ്. പക്ഷെ നമുക്കത് തണുപ്പാണ്. അപ്പോൾ അതാ ഇന്ന് നമ്മൾ മണാലി കാര്യമായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഒരു 3 സ്പോട്ടാണ് ഇന്ന് നമ്മൾ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. ഇപ്പം നമ്മൾ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 2 വണ്ടികളാണ് വന്നിട്ടുള്ളത്. 2 സുമോ ആണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ അത്രക്കുള്ള ആളേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ 7 ഫാമിലിയാണ് മൊത്തം ഉള്ളത്. അപ്പോൾ അതാ നമ്മൾ 2ാമത്തെ വണ്ടിയിൽ കയറിയിരുന്നു. നമ്മളെ വണ്ടിയിൽ ഇത്രയും ആളുകളാണ് കേട്ടോ ഉള്ളത്. സോ ഇന്ന് കാര്യമായിട്ട് മണാലി എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഈ ഹിമാലയൻ മൗണ്ടെയിൻ റീജിയണിൽ ഒരു ഐക്കോണിക് ആനിമലാണ് യാക്ക്. കണ്ടു കഴിഞ്ഞാൽ കുഞ്ഞനൊരു പശുവിൻ്റെ ഒക്കെ രൂപമാണ്. പാവത്താന്മാരാണ് കേട്ടോ. ഇത് ഫുള്ളി ഈ രോമം കൊണ്ട് നല്ല നീളമുള്ള രോമത്തിൽ കവേർഡാണ് ഈ ആനിമൽസ്. പാവത്താന്മാരാണ്. ഭയങ്കര ക്യൂട്ടാണ് കാണാനായിട്ട്. അപ്പം നമ്മൾ ഫസ്റ്റ് വന്നിട്ടുള്ളത് ഹഡിംബ ടെമ്പിളിൻ്റെ അടുത്തേക്കാണ്. നമ്മൾ സ്റ്റേ ചെയ്യുന്നത് മാൾ റോഡിൻ്റെ അടുത്തുള്ള ഒരു ഹോട്ടലിലാണ്. അവിടുന്ന് റഫ്ലി ഒരു 3 കിലോമീറ്റർ മാത്രമേ ഈ ഹഡിംബ ടെമ്പിളിൻ്റെ അടുത്തേക്ക് നമ്മൾ കയറി വരുമ്പോൾ തന്നെ അമ്പലമായതുകൊണ്ട് അതിന് പൂജ ചെയ്യാനുള്ള കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. അതാണ് ഫസ്റ്റിൽ കണ്ടത്. പിന്നെ അതൊരു ടൂറിസ്റ്റ് സ്പോട്ട് കൂടിയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിനുള്ള ആർട്ടിഫാക്ട്സുകളും സുവനീറുകളും അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ട്. പിന്നെ കീ ചെയിൻസ് അങ്ങനെ കുറേ സാധനങ്ങൾ ഇവിടെ സെയിൽ ചെയ്യുന്നുണ്ട്. നമ്മൾ കയറി വരുന്ന വഴി തന്നെ ഇത് കാണാനായിട്ട് പറ്റും. പിന്നെ മെയിൻ എൻട്രൻസിൻ്റെ തൊട്ടടുത്തായിട്ട് ഇതേപോലെ ഒരു സ്ത്രീ ഇതേപോലെ വലിയ ഭയങ്കര രോമമുള്ള ഈ റാബിറ്റിനെ വെച്ചിട്ട് എല്ലാവരുടെ കയ്യിലും കൊടുക്കും. ഫോട്ടോ കയ്യിൽ വെക്കുന്നതിന് 30 രൂപ വെച്ചിട്ട് പുള്ളിക്കാരി ചാർജ് ചെയ്യുന്നുണ്ട് കേട്ടോ. അവസാനം കുറേയൊക്കെ ബാർഗെയിൻ ചെയ്തു. എല്ലാവരും കുറേ ആളുകൾ കയ്യിൽ വെച്ച് ഫോട്ടോ ഒക്കെ എടുത്തല്ലോ. ഒരുപാട് ബാർഗെയിൻ ചെയ്ത് അവസാനം ഒരു ചെറിയൊരു എമൗണ്ട് അങ്ങ് കൊടുക്കുകയാണ് ചെയ്തത്. പിന്നെയാണ് നമ്മൾ കുറേ സ്പോട്ടുകൾ കണ്ടപ്പോൾ ഇതെല്ലാ ഭാഗത്തും ഈ മൊയലുകളെ വെച്ചിട്ട് കുറേ സ്ത്രീകൾ. ഈ അമ്പലത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ മണാലിയിലെ ഒരു മെയിൻ ടൂറിസ്റ്റ് അട്രാക്ഷൻ തന്നെയാണ് ഈ ഒരു ഹഡിംബ ടെമ്പിൾ. വെറുതെ ഒന്നുമല്ല. വർഷം 1553 മഹാരാജാവായിട്ടുള്ള ബഹദൂർ സിംഗ് ബിൽഡ് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു അമ്പലം. ഇതൊരു ഗുഹാക്ഷേത്രമാണ്. ഇത് കംപ്ലീറ്റ് ആയിട്ട് മരത്തിലാണ് ബിൽഡ് ചെയ്തിട്ടുള്ളത്. അത് മാത്രമല്ല, ഈ അമ്പലത്തിൻ്റെ ചുറ്റും ദേവദാരുകൾ കൊണ്ടുള്ള ഒരു കാട് തന്നെ ഉണ്ട് കേട്ടോ. ഇതിന് ഒരുപാട് ഒരു മിത്തൊക്കെ ഉള്ള ഒരു അമ്പലമാണ് ഇവിടെ. ഇതിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് കുറേ ആനിമൽസിൻ്റെ തല ഇങ്ങനെ പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ചരിത്രമൊന്നും എനിക്കറിയില്ല. ഏതായാലും ഇവിടെ കുറേ ആളുകൾ ഭക്തർ ഇങ്ങനെ ക്യൂ നിൽക്കുന്നുണ്ട് അമ്പലത്തിൻ്റെ ഉള്ളിൽ. ഇത്രയും വർഷം മുമ്പേ കംപ്ലീറ്റ് ആയിട്ട് മരം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു അമ്പലം ഈ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇൻടാക്റ്റ് ആയിട്ട് നിൽക്കാന്ന് പറഞ്ഞാൽ അതൊരു അത്ഭുതം തന്നെയാണല്ലോ അല്ലേ. ഇപ്പോൾ ഈ അമ്പലം ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലാണെന്നാണ് അറിഞ്ഞത്. പിന്നെ ഇവിടെ നടക്കുന്ന ഒരു പ്രധാന ആക്ടിവിറ്റിയാണ് കേട്ടോ ഈ കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ടുള്ള ഒരു ഫോട്ടോഷൂട്ട്. ഈ ഹഡിംബ ടെമ്പിളിൻ്റെ ബാക്കിലായിട്ട് ഒരു വലിയൊരു ഏരിയ തന്നെ ഉണ്ട്. നല്ല ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉള്ള. ഇവിടെ ഇതേപോലെ കുറേ സ്ത്രീകളുണ്ട്. അവർ തന്നെ കോസ്റ്റ്യൂമൊക്കെ കൊണ്ടുവന്ന് ഓർണമെൻറ്റ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ഇതേപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവർ തന്നെ നമുക്ക് റെഡിയാക്കി തരും കേട്ടോ. ഇതിൻ്റെ ചാർജ് വന്നിട്ട് ഡ്രസ്സ് മാത്രമാണ്. ഫോട്ടോസൊക്കെ നമ്മൾ സ്വന്തം എടുക്കണം. അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട് അവിടെ, അവർക്ക് സെപ്പറേറ്റ് ചാർജാണ്. ഇതൊക്കെ നമ്മൾ ബാർഗെയിനിങ് സ്കിൽസ് പോലെ ഇരിക്കും കേട്ടോ. ഈ റേറ്റൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വരുന്നത്. ഇത് നമ്മളെ ഗ്രൂപ്പിലുള്ളൊരു കുട്ടിയാണ് കേട്ടോ. അപ്പോൾ അവർക്ക് വേണ്ടി ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ് ഇവിടെ ഉള്ളൊരു ചേച്ചി. ഈ ഒരു ചേച്ചിയാണ് നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ചെയ്തു തന്നത് കേട്ടോ. അവർ ഭയങ്കര വിത്തിൻ മിനിറ്റ്സ് കൊണ്ട് സെക്കൻഡ്സ് കൊണ്ട് എന്നൊക്കെ പറയില്ലേ, അത്ര പെട്ടെന്നാണ് ചെയ്തു തരുന്നത്. എല്ലാവർക്കും പറ്റിയ സൈസിനും വലുപ്പത്തിനൊക്കെ ഉള്ള കോസ്റ്റ്യൂംസ് പുള്ളിക്കാരുടെ കയ്യിലുണ്ട് കേട്ടോ. അപ്പോൾ അതാ നമ്മളും ഇതിന് വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഇവിടുത്തെ ഒരു ട്രഡീഷണൽ കോസ്റ്റ്യൂമാണ്. അപ്പം ഇതിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ആണുങ്ങളെക്കാട്ടിലും കുറച്ചും കൂടി നല്ല രസമായിട്ടുള്ളത് ലേഡീസിന് തന്നെയാണ്. ആ ഒരു ഓർണമെൻറ്റ്സും ആ ഒരു ജുംക്കയും കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയായിട്ട് തോന്നി കേട്ടോ.
നമ്മളെ ഗ്രൂപ്പിലുള്ള ഒരുവിധം എല്ലാവരും തന്നെ ഫോട്ടോ എടുത്തിട്ടോ. അവിടുന്ന് നല്ല രസമുള്ള കുറേ ഫോട്ടോസായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളിതാ പുറത്തോട്ടേക്ക് ഇറങ്ങുകയാണ്. പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്തും ഒരു നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു യാക്കിനെ കൂടി കണ്ടു കേട്ടോ. പിന്നെ അതായത് തിരിച്ചിറങ്ങുന്ന വഴിയാണ്. പിന്നെ നമ്മൾ എഗെയിൻ നമ്മൾ മാൾ റോഡിൻ്റെ ആ ഭാഗത്തേക്ക് തന്നെ എത്തി. അവിടെ തൊട്ടടുത്തായിട്ട് ഒരു ബുദ്ധിസ്റ്റ് മൊണാസ്ട്രി ഉണ്ട്, അതായത് ബുദ്ധ ടെമ്പിളാണ്. ഈ മാൾ റോഡിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ടോ. ഇതൊരു നടക്കാനുള്ള ദൂരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാലത്തിൻ്റെ അടുക്ക് നമ്മളിതുവരെ ബുദ്ധ ടെമ്പിളൊന്നും കണ്ടിട്ടില്ല. അപ്പം ഈ നമ്മൾ നിൽക്കുന്ന സ്റ്റേൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. ഇത് പബ്ലിക്കിന് ഓപ്പണുമാണ്. അങ്ങനെ പോവുകയാണ് കേട്ടോ ഇങ്ങോട്ടേക്ക്. ഏതായാലും കാണേണ്ട ഒരു സംഭവം തന്നെയാണ്. ഇത് മാൾ റോഡ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു തിരക്കുള്ള ഒരു സിറ്റി തന്നെയാണ്. അതിൻ്റെ ഈ ഒത്ത നടുക്കായിട്ട് ഈ ഒരു മൊണാസ്ട്രി, അതിൻ്റെ ഉള്ളിലേക്ക് കയറിക്കഴിഞ്ഞാൽ ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ളൊരു അന്തരീക്ഷമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു തിരക്കിൻ്റെ ഉള്ളിൽ കുറച്ച് സമയം നല്ല പീസ്ഫുള്ളായിട്ട് ഇരിക്കുക എന്നുള്ളത് തന്നെ വലിയ കാര്യമാണ്. അപ്പം നമ്മൾ കയറുന്ന ഭാഗത്ത് തന്നെ ഈ ടിബറ്റൻ ഫ്ലാഗ് വലിയ രീതിയിൽ ഇങ്ങനെ ഒരു ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട് കേട്ടോ, ഒരു പോസ്റ്റിൻ്റെ മുകളിൽ. അപ്പോൾ ഞങ്ങളിത് വായിച്ചു നോക്കാൻ ഒരു രക്ഷയില്ല. ഏതോ ലാംഗ്വേജാണ്, മേ ബി ടിബറ്റ് ലാംഗ്വേജ് എന്തോ ആയിരിക്കും, അറിയില്ല. അപ്പം അതങ്ങനെ വലിയ പോസ്റ്റിൻ്റെ മുകളിൽ അങ്ങേയറ്റം വരെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറാം. എൻട്രി ഫീയോ അങ്ങനെ ഒന്നുമില്ല, അതൊക്കെ ഫ്രീ ആയിട്ട് നമുക്ക് കയറാം കേട്ടോ. പിന്നെ നമ്മൾ കയറുന്നതിന് മുമ്പേ നമ്മൾ ഫുഡ് വെയറൊക്കെ ഇവിടെ ഒരു സ്റ്റാൻഡുണ്ട്, അതിൻ്റെ പുറത്ത് അയച്ചിട്ടിട്ട് വേണം ഇതിനകത്തേക്ക് കയറാനായിട്ട്. ഇതൊരു ഭയങ്കര സ്പിരിച്വലായിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. കംപ്ലീറ്റ്ലി ടിബറ്റൻ ആർക്കിടെക്ചറിലാണ് ഇത് കംപ്ലീറ്റ് ആയിട്ട് ബിൽഡ് ചെയ്തിട്ടുള്ളത്. ഇത് 1960s മറ്റോ ടിബറ്റിൽ നിന്ന് വന്നിട്ടുള്ള കുറച്ച് അഭയാർത്ഥികളായിട്ടുള്ള കുറേ ബുദ്ധിസ്റ്റുകൾ ഇവിടെ വന്ന് ബിൽഡ് ചെയ്തു എന്നാണ് ഇതിൻ്റെ ചരിത്രം. അതിൻ്റെ കറക്റ്റായിട്ടുള്ള വഴികൾ എനിക്കറിയില്ല. ഇതെന്താണെങ്കിലും ഈ ഒരു സ്ട്രക്ചർ 2 തട്ടാണുള്ളത്. അപ്പം ഈ ഒരു വലിയൊരു ബുദ്ധൻ്റെ ഒരു സ്ട്രക്ചർ ഇതിൻ്റെ ഉള്ളിലുണ്ട്. പിന്നെ വേറെ കുറേ ബുദ്ധ മതത്തിൽ വിശ്വസിക്കുന്ന കുറേ ആളുകളുടെ കുറേ പിക്ചേഴ്സ്, ദലൈലാമയുടെ ഒക്കെ പിക്ചർ കണ്ടു കേട്ടോ ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ. അത് ഭയങ്കര വലിയ ഒരു പിക്ചർ ഫ്രെയിം ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. പിന്നെ അവരുടെ ഒരു വിശ്വാസപ്രകാരമുള്ള എന്തൊക്കെയോ സംഭവങ്ങൾ, കുറേ സാധന സാമഗ്രികളൊക്കെ ഇതിൻ്റെ ഉള്ളിൻ്റെ പ്രാർത്ഥനയ്ക്ക് യൂസ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് അവരുടെ ആ ഒരു വിശ്വാസപ്രകാരം അവരുടെ ഒരു സ്പിരിച്വാലിറ്റി അതിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. നമുക്ക് ഇതിനെ പറ്റിയിട്ട് എന്താ പറയുക, അങ്ങനെ ഡീപ്പായിട്ട് അറിയാത്തത് കൊണ്ടാണ് നമുക്കിതൊന്നും മനസ്സിലാവാത്തത് കേട്ടോ. പക്ഷേ ഇത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. നമ്മൾ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്തൊരു കാര്യം, നമ്മൾ കാണാത്ത കുറേ കാര്യം. നമുക്ക് ഈ ഒരു ബുദ്ധമതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആകെ അറിയാവുന്നത് ആ ഒരു ബുദ്ധൻ്റെ ആ ഒരു സ്റ്റാച്യു മാത്രമല്ലേ. അപ്പം ഇതിനെക്കുറിച്ച് കുറച്ചെങ്കിലും കാണാനും അറിയാനൊക്കെ പറ്റുക പറഞ്ഞാൽ വലിയൊരു കാര്യം തന്നെ ആയിട്ടോ തോന്നിയിട്ടുള്ളത്. ഇതിന് മുകളിലേക്കും ഒരു പോർഷൻ ഉണ്ട്, ഞാൻ പറഞ്ഞല്ലോ 2 തട്ടാണ്. അപ്പോൾ മുകളിലെ പോർഷൻസിലേക്ക് ഈ ഒരു കോണി പോലെ ഒരു ചെറിയൊരു കോണിയുണ്ട്, അത് കയറിയിട്ട് വേണം പോകാനായിട്ട്. അപ്പം ഇതിൻ്റെ മോൾ ഭാഗത്തായിട്ട് കുറച്ച് പ്രാർത്ഥന ആണ് കേട്ടോ മെയിനായിട്ട്. പ്രാർത്ഥിക്കുന്ന ആളുകൾ ഇവിടെയൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര സൈലൻ്റ് ആയിട്ടാണ് ഞങ്ങളിങ്ങോട്ട് കയറി വന്നിട്ടുള്ളത്. അങ്ങനെ സംസാരിക്കുകയോ കാര്യമൊന്നും ചെയ്യുന്നൊന്നുമില്ല കേട്ടോ ആരും. അപ്പം ഇവിടെ നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. പിന്നെ ഈ ബുദ്ധനെ ഞാൻ പറഞ്ഞല്ലോ താഴെയുള്ള ഒരു സ്ട്രക്ചർ, അതൊരു വലിയൊരു സ്റ്റാച്യു തന്നെയാണ്. അപ്പോൾ അതിൻ്റെ മുകൾ ഭാഗം ഈ ഒരു പോർഷനിലേക്കാണ് നിൽക്കുന്നത്. ഇവിടെയും ഇതേപോലെ തന്നെ കുറേ പ്രാർത്ഥനൻ്റെ സംഭവങ്ങൾ എന്തൊക്കെയോ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ മുകൾ ഭാഗത്തും ഉണ്ട്. ആ ഒരു വലിയ ബുദ്ധൻ്റെ ആ ഒരു പ്രതിമേൻ്റെ തൊട്ട 2 സൈഡിലായിട്ട് ഇതേപോലത്തെ ഒരു പ്രതിമകളും ഉണ്ട് കേട്ടോ. ഇതൊക്കെ എന്താ റെപ്രസെൻ്റ് ചെയ്യുന്നതെന്നോ ഇതിൻ്റെ പേരൊക്കെ എന്താണെന്നോ ഒരു ഐഡിയ ഇല്ല. നമുക്ക് ഇതുമായിട്ട് അത്ര ഡീപ്പായിട്ടുള്ള അറിവുകളൊന്നുമില്ല. ഇവിടെ ആരോടെങ്കിലും ചോദിക്കാമെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ആരും പറഞ്ഞു തരാനൊന്നായിട്ടോ ആരും ഇവിടെ ഇരിക്കുന്നൊന്നുമില്ല കേട്ടോ. എല്ലാം പ്രാർത്ഥിക്കുന്ന ആളുകളാണ്. അപ്പോൾ അവരെ നമുക്ക് ഡിസ്റ്റർബ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ മുകളിലെ കാഴ്ചകളും കണ്ടു. ഞങ്ങളിതാ താഴോട്ടേക്ക് ഇറങ്ങുകയാണ്. ഇതേപോലെ ഒരു ചെറിയൊരു കോണിക്കൂട് മാത്രമേ ഉള്ളൂ കേട്ടോ മുകളിലോട്ട് കയറാനായിട്ട്. ഏതായാലും ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ള ഒരു കാണേണ്ട എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ ഈ ഒരു മൊണാസ്ട്രി. ഇത് ഈ ടെമ്പിളിൻ്റെ പുറത്തായിട്ട് കൊടുത്തിട്ടുള്ള സ്പിന്നിങ് വീൽസാണ്.
പ്രേയിങ് വീൽസ് എന്നും ഇതിന് പറയുന്നുണ്ട്, പ്രെയർ വീൽസ്. ഇത് ഈ ടെമ്പിളിനെ സറൗണ്ട് ചെയ്തിട്ടാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. 4 ഭാഗത്തുണ്ട്. ഇത് ഒരു ഭാഗത്തേക്ക് മാത്രമേ ഇങ്ങനെ കറക്കാൻ പാടുള്ളൂ കേട്ടോ. എന്തോ പ്രാർത്ഥന ചൊല്ലിയും കൊണ്ടൊക്കെയാണ് ഇത് കറക്കേണ്ടത്. അപ്പം നമുക്കത് അറിയില്ല. ഏതായാലും അതൊന്ന് വെറുതെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കി. ഇത് മൊണാസ്ട്രിയുടെ പുറത്തെ സൈഡാണ്. ഇവിടെ കുറേ ഹെമ്പിൻ്റെ ബാഗുകളൊക്കെ സെയിൽ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കുറേയൊക്കെ നോക്കി നിന്നു. അത് കഴിഞ്ഞ് അടുത്തത് ഞങ്ങൾ നേരെ പോയിട്ടുള്ളത് ഒരു പാർക്കിലേക്കാണ്. ഈ മൊണാസ്ട്രി വരുന്ന ആ ഒരു സൈഡുണ്ടല്ലോ, അതായത് ഞാൻ പറഞ്ഞില്ലേ മാൾ റോഡിലേക്ക് എത്തേണ്ട ആ ഒരു റോഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ തന്നെയാണ് ഈ ഒരു പാർക്കുള്ളത്. വൻവിഹാർ എന്നാണ് ഇതിൻ്റെ പേര്. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരേപോലെ ഒന്ന് ചില്ലായിട്ട് കുറച്ച് സമയം ഇരിക്കാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പാർക്ക് തന്നെയാണ് കേട്ടോ. ചെറിയൊരു എമൗണ്ട് എൻട്രി ഫീ ഉണ്ട് ഇവിടെ. ഇവിടെയും നമ്മൾ നേരത്തെ ഹഡിംബ ടെമ്പിളിൻ്റെ ആ ഒരു ഏരിയയിൽ കണ്ട പോലെ തന്നെയുള്ള ദേവദാരുവിൻ്റെ ഒരു ഫോറസ്റ്റ് തന്നെയാണ് കേട്ടോ ഇവിടെ ഉള്ളത്. ഇതിൻ്റെ മുകളിലായിട്ട് ഇതിൻ്റെ മാർക്കറ്റ് വാല്യൂ ഒക്കെ എഴുതിയിട്ടുണ്ട്. ഏകദേശം 21 ഏക്കറോളം സ്ഥലത്ത് പരന്ന് കിടക്കുന്നുണ്ട് ഈ വൻവിഹാറിൻ്റെ പ്ലാന്റേഷൻ. ഇന്നത്തെ മാർക്കറ്റ് വാല്യൂ അനുസരിച്ച് 23,11,00,000 ദേവദാരു മരങ്ങൾ ഇതിൻ്റെ ഉള്ളിലുണ്ട് എന്നാണ് ഈ മുകളിലെ ബോർഡിൽ എഴുതിയിട്ടുള്ളത് കേട്ടോ. ശരിക്കും നമുക്ക് ഈ ഒരു പാർക്ക് നമുക്ക് ഒരു ചെറിയൊരു ഏരിയ ഉള്ളൂ, പക്ഷെ കണ്ണെത്താ ദൂരത്തോളം ഈ ദേവദാരുവിൻ്റെ ഒരു കാട് നമുക്കിങ്ങനെ കുറേ ദൂരത്തോളം നമുക്ക് കാണാനായിട്ട് പറ്റും. ഇവിടെയും ഈ വലിയ വലിയ റാബിറ്റുകളെ കൈ പിടിച്ചിട്ട് ട്രഡീഷണൽ ഡ്രസ്സുകളൊക്കെ ഇട്ടിട്ടുള്ള കുറേ സ്ത്രീകൾ ഇവിടെ നിൽക്കുന്നുണ്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ. ഇതിൻ്റെ വേറൊരു ഏരിയയിൽ ഇതേപോലെ ഒരു ചെറിയൊരു പൂളുണ്ട്. അവിടെ ഇതേപോലെ പെഡൽ ബോട്ടുകളൊക്കെ ആയിട്ട് അത് വേറെ ഉണ്ട് കേട്ടോ. പക്ഷെ നമ്മളിവിടെ കുറച്ച് സമയം ഒന്ന് ചില്ല് ചെയ്തിരുന്നു. നമുക്ക് ഉച്ച വരെയുള്ളൊരു ടൈം കിട്ടാൻ വേണ്ടിയിട്ടാണ്. കുട്ടികളെയും കൊണ്ടൊക്കെ അങ്ങോട്ടേക്ക് വന്ന് നല്ല ഒരു പ്ലേ ഏരിയയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഉച്ചയ്ക്ക് ലഞ്ച് ടൈം ആയപ്പോൾ ഞങ്ങൾ ഹോട്ടലിലേക്ക് തിരിച്ചു വന്നു. ഇന്നത്തെ ലഞ്ച് മെനു ബിരിയാണിയാണ് കേട്ടോ, ചിക്കൻ ബിരിയാണിയാണ്. എനിക്ക് ഈ പാക്കേജിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം ഇതന്നെയാണ്. നമുക്ക് നാടത്ര മിസ് ചെയ്യാത്ത രീതിയിൽ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന അതേ ഫുഡ് ഐറ്റംസൊക്കെ തന്നെയാണ് കേട്ടോ ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല വൃത്തിയുള്ള സ്ഥലത്തിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റി എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അത് ഇതിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് എത്രയാണെന്നുള്ളത് ഡൽഹി എത്തിയപ്പോഴാണ് കേട്ടോ മനസ്സിലായത്. ഇതേപോലെ ബൂഫേ ആയിട്ടാണ് അവർ തന്നിട്ടുള്ളത്. ഈ ഹോട്ടലിൽ തന്നെ ഒരു ഏരിയയിൽ ഇരുന്നിട്ട് ഞങ്ങൾ കഴിക്കുകയാണ് ചെയ്തത്. നല്ല രുചിയുള്ള ആഹാരം, നല്ല വൃത്തിയുള്ള ആഹാരം, വൃത്തിയുള്ള സ്ഥലത്തിരുന്ന് കഴിക്കാൻ പറ്റി. ഇവർ സ്പെഷ്യലായിട്ട് ഇവരുടെ ടീമിൽ 2 കുക്കുകളുണ്ട് കേട്ടോ. അപ്പം അവരാണ് ഫുഡ് പ്രിപ്പയർ ചെയ്തത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷത്തെ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ട്രക്കിംഗ് ആണ്. ഒരു 2-2.5 കിലോമീറ്ററോളം വരുന്ന ഒരു ചെറിയൊരു മല ട്രക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് പോകുന്നത്. അപ്പോൾ നമ്മൾ പോണ വഴിക്ക് കണ്ടോ, ഈ കാണുന്നതെല്ലാം മഞ്ഞുമലയാണ്. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഞങ്ങളിത് ഫസ്റ്റ് ടൈം ഈ സ്നോ ഇങ്ങനെ കാണുന്ന സമയത്ത്. ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അറിയാലോ, നമ്മൾ ജീവിതത്തിൽ ആദ്യമായിട്ട് സ്നോ കാണുമ്പോഴുള്ള ആ ഒരു സംഭവമായിരുന്നു. ലഞ്ച് കഴിഞ്ഞ് ഒന്ന് റിലാക്സ്ഡ് ആയതിന് ശേഷമാണ് നമ്മൾ ഈ ട്രക്കിങ്ങിന് പോകുന്നത്. ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ 2.5 കിലോമീറ്റർ ഒരു ചെറിയ മലയുണ്ടെന്ന് പറഞ്ഞല്ലോ. ആ മല കയറി മുകളിലെത്തിയാൽ ഒരു വാട്ടർഫാൾ ഉണ്ട്. ജോഗിനി വാട്ടർഫാൾസ് എന്നാണ് അറിയുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വാട്ടർഫാളാണ്. എന്നാൽ അങ്ങോട്ടേക്കുള്ള വഴി കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു വഴിയാണെന്ന് മാത്രം. പോകുന്ന വഴിയെ കാണാം. ഇത് നമ്മൾ അങ്ങോട്ടേക്കുള്ള മെയിൻ ഒരു വഴിയാണ്. അവിടെ നിങ്ങൾ കണ്ടില്ലേ, തുടക്കത്തിൽ തന്നെ പല ഐറ്റംസ് സെയിൽ ചെയ്യുന്ന ഒരുപാട് ഷോപ്പുകൾ ഇവിടെ ആ ഒരു 2 ഭാഗത്തായിട്ടുണ്ട്. ഇത് പോകുന്ന വഴിക്കുള്ള ഒരു ടെമ്പിൾ, എന്തോ ഒരു ടൈപ്പ് ടെമ്പിളാണ്. ഇതിൻ്റെ ഉള്ളിൽ ഒരു ഹോട്ട് സ്പ്രിംഗ് ഉണ്ട്. അതായത് നമ്മൾ ഈ ഭയങ്കര തണുപ്പുള്ള പ്രദേശങ്ങളിൽ ചില സ്ഥലങ്ങളിലായിട്ട് ഈ നാച്ചുറലായിട്ടുള്ള ചൂടുവെള്ളം പ്രൊഡ്യൂസ് ആകും. ഇത് നാച്ചുറലി ഉണ്ടായി വരുന്നതാണ്. അതൊരു മനുഷ്യൻ്റെ ഒരു കൈക്കടത്തില്ലാതെ നാച്ചുറലി അങ്ങനെ വരുന്നത് തന്നെയാണ്. എന്തോ ഒരു ജോഗ്രഫിക്കൽ ഫിനോമിന ആണ്. അതിൻ്റെ കറക്റ്റ് സയൻസ് എനിക്കറിയില്ല. ഇതിൻ്റെ ചുറ്റുമായിട്ട് ഒരു ടെമ്പിൾ കെട്ടിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് ആ ഹോട്ട് സ്പ്രിംഗ് എന്ന് പറഞ്ഞാൽ. നാച്ചുറലായിട്ട് ഉണ്ടാക്കുന്ന ചൂടുവെള്ളം. ഭയങ്കര ചൂടാണ്, തിളച്ച വെള്ളം എന്നല്ല, ലൂക്ക് വാം വാട്ടറാണ്. ഇവിടെ ഈ പ്രദേശത്തുള്ള വേറെ ഏത് വാട്ടർ റിസോഴ്സ് എടുത്തു കഴിഞ്ഞാലും ഭയങ്കര തണുപ്പാണ്. ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നല്ലോ, നമ്മൾ റാഫ്റ്റിംഗ് ചെയ്യാൻ പോയ സമയത്ത് ഞങ്ങൾ മേലേക്ക് വെള്ളം വീഴുന്ന സമയത്ത് എന്തോ എടുത്ത് അടിക്കണ മാതിരി അതേപോലത്തെ വേദന എടുക്കുമായിരുന്നു. കാരണം
അത്രയ്ക്ക് ഐസ് കോൾഡ് ആയിട്ടുള്ള വെള്ളമാണ് ഇതിലൂടെ ഒക്കെ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ചൂടുവെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അത്ഭുതം തന്നെയാണല്ലോ. ഇപ്പം നമ്മൾ പോകുന്നത് ഈ മണാലീൻ്റെ ഒരു വില്ലേജ് ഏരിയ കൂടിയാണ് കേട്ടോ. ഭയങ്കര രസമുള്ള ഒരു പാത്താണിത്. ഈ പോകുന്ന ഭാഗത്ത് ഒരു ചെറിയൊരു സ്കൂളൊക്കെ കണ്ടു കേട്ടോ. ഈ ഒരു വഴിയിൽ ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ഈ മരങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇത് ആപ്പിൾ ട്രീ ആണ് പോലും. ഞാൻ ആലോചിച്ച് നോക്കിയായിരുന്നു ആപ്പിളിൻ്റെ ആ ഒരു ഹാർവെസ്റ്റിംഗ് ടൈമിലൊക്കെ എന്ത് ഭംഗിയായിരിക്കും ഇതിലൂടെ പോകാനായിട്ടെന്ന് ഞാൻ ആലോചിക്കുന്നത്. ഇപ്പം നമുക്ക് അതിൻ്റെ മുകളിൽ കുഞ്ഞു കുഞ്ഞു കായകളൊക്കെ കാണാം. പക്ഷെ അത് അങ്ങനെ ഒരു ചെറിയ ഇതിൽ കണ്ടു കഴിഞ്ഞാൽ ഇത് എന്താണ് സംഭവം ഒന്നും മനസ്സിലാവില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ചും കൂടി മുന്നോട്ടേക്ക് വന്ന സമയത്ത് ഇതേപോലെ ഒരു പൈൻ ഫോറസ്റ്റിൻ്റെ നടുക്ക് ആ ഒരു ഏരിയയിൽ കൂടി ആട്ടോ പോകുന്നത്. ഭയങ്കര രസമായിരുന്നു കാണാനായിട്ട്. അങ്ങനെ പോകുമ്പോഴാണ് അവിടെ ഇരുന്നിട്ട് ഒരാൾ ഇരുന്നിട്ട് ഇങ്ങനെ എന്തോ ഒരു ടൈപ്പ് ഓഫ് ഇൻസ്ട്രുമെൻറ്റിൽ ഇരുന്ന് ഇങ്ങനെ വായിക്കുന്നുണ്ട് കേട്ടോ ഒരു പാട്ട്. അപ്പോൾ ഇതിലൂടെ നമ്മളെപ്പോലെ ഇതേപോലെ വാട്ടർഫോൾ കാണാൻ പോകുന്ന ആളുകൾ എന്തെങ്കിലും 10-20 ഒക്കെ ഇട്ട് കൊടുത്ത് അത് പ്രതീക്ഷിച്ച് ഇരിക്കുന്നവരാണ് കേട്ടോ ഇത്. അങ്ങനെ അതാ കാഴ്ചകളൊക്കെ കണ്ട് നടന്ന് ഞങ്ങൾ ട്രക്കിംഗ് പോയിൻറ്റിൻ്റെ തൊട്ട് താഴത്തെത്തിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു വെള്ളം കണ്ടോ, ഇത് ശരിക്കും ആ വാട്ടർഫോളിൻ്റെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന വെള്ളമാണ് കേട്ടോ. ഇത് ഈ ക്രോസ് ചെയ്തിട്ട് വേണം അപ്പുറത്തെ സൈഡിലേക്ക് കടക്കാനായിട്ട്. ക്രോസ് ചെയ്യാൻ കാല് കുത്തിയതേ ഓർമ്മയുള്ളൂ. എന്തൊരു തണുപ്പാണെന്നറിയാം. അങ്ങനെ ഞങ്ങൾ കഷ്ടപ്പെട്ട് ഒരു 2 കിലോമീറ്റർ മുകളിലോട്ടേക്ക് നടന്നു, ട്രക്ക് ചെയ്തു. ആ വീഡിയോസ് ഞാൻ കുറേ വിഷ്വൽസ് ഒന്നും എടുക്കാൻ പറ്റില്ല, കാരണം ശ്വാസമല്ലായിരുന്നു കിതച്ചിട്ട്. ഇവിടെ എത്തിയപ്പോഴല്ലേ ഇതിൻ്റെ ശരിക്കുള്ള ബ്യൂട്ടി നമ്മൾ അറിഞ്ഞത്. നമ്മുടെ ബാക്കി ടീംസൊക്കെ പിറകിൽ വരുന്നുണ്ട് കേട്ടോ. ഇതേപോലത്തെ കല്ലും മുള്ളും ചവിട്ടിയിട്ടുള്ള നേരെ വഴിയുള്ള പാതമൊന്നുമല്ല, പക്ഷേ ഇവിടെ എത്തിയിട്ടുള്ള കാഴ്ച ഉണ്ടല്ലോ, അടിപൊളിയായിരുന്നു. അങ്ങനെ ഈ ജോഗിനി വാട്ടർഫാൾസിൻ്റെ ആ ഒരു സൗന്ദര്യം ആവോളം ആസ്വദിച്ച് ഒരു ലോഡ് കണക്കിന് ഫോട്ടോസും വീഡിയോസും എടുത്ത് ഞങ്ങൾ തിരിച്ചിറങ്ങുക എന്ന് പറഞ്ഞാലും അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. കയറി പോകുന്നതായിരുന്നു ഇതിലും ബെറ്റർ എന്ന് തോന്നിപ്പോയിട്ടോ. പിന്നെ ഈ 2 നായ്ക്കളുണ്ടല്ലോ, അത് ഞങ്ങളുടെ കൂടെ മലേൻ്റെ മുകളിൽ നിന്ന് വരുന്നതാണ്. ഞങ്ങൾ പോകുന്ന സമയത്ത് ഞങ്ങളെ കൂടെ ഇങ്ങനെ പോകും. ഇവിടുത്തെ നായ്ക്കൾക്ക് ഭയങ്കര ഭംഗിയാട്ടോ കാണാനായിട്ട്. ഭയങ്കര ബുഷി, എന്താ പറയുക, ഭയങ്കര രോമമുള്ള ടൈപ്പാണ്. എല്ലാത്തിനെയും കാണുമ്പോൾ നമുക്കൊന്ന് പുന്നാരിക്കാൻ തോന്നിപ്പോകും. ഭയങ്കര ഇണക്കമുള്ള ടൈപ്പ്. സൂപ്പർ. ഇത് കൂടുതൽ ഞാൻ എന്ത് പറയാനാണ്. ഞങ്ങൾ ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞ് വന്ന് കാലൊക്കെ ഒരു പരിവായി കിടക്കുകയായിരുന്നു. പക്ഷേ എന്നാലും ഞങ്ങൾ തളർന്നില്ല. മാൾ റോഡിലേക്ക് വീണ്ടും ഇറങ്ങി. മാൾ റോഡിൽ ഒരു മാർക്കറ്റുണ്ട്, വലിയ മാർക്കറ്റാണ് കേട്ടോ. അപ്പോൾ അവിടേക്ക് ഇറങ്ങി. മെയിൻ ഉദ്ദേശം ഫുഡടി തന്നെയാണ്. ഇവിടെ നല്ല സ്ട്രീറ്റ് ഫുഡ് കിട്ടാനുണ്ട്. അപ്പോൾ അങ്ങനെ വന്നതാണ്. നോക്കുമ്പം ഈ സ്വീറ്റ്സ് വിൽക്കുന്ന ഒരു ഏരിയ ഉണ്ട് കേട്ടോ. അടിപൊളിയാണ്. വെറൈറ്റി സാധനങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മൾ ഫസ്റ്റ് കഴിച്ചത് റാബിഡി എന്ന് പറഞ്ഞ സാധനമാണ്. ഭയങ്കര സ്വീറ്റായിട്ടുള്ള നെയ്യിന് ടേസ്റ്റുള്ള ഒരു മിൽക്ക് പേടാൻ്റെ ഒരു ലിക്വിഡ് ഫോമിലുള്ള സാധനം കേട്ടോ. അത് ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇതാ വേറെ എന്തൊക്കെയോ സ്ട്രീറ്റ് ഫുഡ് ഐറ്റംസൊക്കെ ഇവിടെ ഉണ്ട്. മോമോസ് ഉണ്ട്. പക്ഷെ അതൊന്നും കഴിക്കാൻ ഒരു ടെംപ്റ്റിങ് വരുന്നില്ല, അതുകൊണ്ട് അതൊന്നും വാങ്ങിയില്ല കേട്ടോ. പിന്നെ അതാ ഇവിടെ ലൈവായിട്ട് ജിലേബി ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ വേറൊരു ചേച്ചീൻ്റെ അടുത്തേക്ക് പോയിട്ട് അവിടെ കുറച്ച് വെറൈറ്റി സാധനങ്ങളുണ്ട്. ഈ ഒരു ഐറ്റം ഉണ്ടല്ലോ, ഇതിൻ്റെ പേര് ലാഫിങ് എന്നാണ്. ചിരിക്കുക എന്നല്ല, ലാഫിങ്. ഓക്കെ, അത് എന്തോ ഒരു ടൈപ്പ് ഓഫ് ഷീറ്റാണ്. ആ ഷീറ്റിൻ്റെ ഉള്ളിൽ കുറച്ച് സോയയുടെ സാധനം, സോയ ചങ്ക്സ് ഉണ്ടല്ലോ അത്, പിന്നെ വേറെ എന്തോ ഒരു ക്രഞ്ചിനെസ്സിൻ്റെ ഒരു സാധനം ഇട്ടിരിക്കുന്നത്, അതും കുറച്ച് ഹോട്ട് സോസ് ഒഴിച്ചിട്ട് ഇതേപോലെ റോൾ ചെയ്ത് കട്ട് ചെയ്ത് തരും. ടേസ്റ്റ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഒരു വെറൈറ്റി ടേസ്റ്റാണ്. നമ്മൾ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്തൊരു ടേസ്റ്റ്. പക്ഷെ ഭയങ്കര എരിവായിരുന്നു. ഹോട്ട് സോസ് ഒഴിച്ചത് കുറച്ചുകൂടി പോയി. എല്ലാവർക്കും ഓരോ ബൈറ്റ് കഴിച്ചു. പിന്നെ കരച്ചിലായിരുന്നു. പക്ഷെ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു സാധനം കേട്ടോ. എരിവ് ഇഷ്ടപ്പെടുന്നവർക്കൊന്ന് ട്രൈ ചെയ്യാം. അല്ലെങ്കിൽ ഹോട്ട് സോസ് കുറച്ച് ഒഴിക്കാൻ പറഞ്ഞാൽ മതി. അടുത്തത് ഞങ്ങൾ ട്രൈ ചെയ്തത് സിഡ്ഡു എന്ന് പറഞ്ഞ സാധനം കേട്ടോ. ഇത് ഈ ഹിമാചൽ പ്രദേശിൽ മാത്രമാണ് കിട്ടുക എന്നാണ്
അവിടുത്തെ ചേച്ചി പറഞ്ഞത്. പിന്നെ നേപ്പാളിൽ ഏതോ ഒരു ഏരിയയിലും കിട്ടാനുണ്ട് അത്രേ. ഇത് ഇതേപോലെ മോമോസിൻ്റെ ഫില്ലിംഗ് ഒക്കെ ആയിട്ട്, മോമോസിൻ്റെ ഫില്ലിംഗ് അല്ല, പക്ഷേ എന്തോ ഒരു വെറൈറ്റി ടൈപ്പ് ഓഫ് ഫില്ലിംഗ് ആണ്. മോമോസൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു സംഭവം പോലെയൊക്കെ ഉണ്ട് കാണാൻ. ഇത് നമ്മൾക്ക് ഇതേപോലെ സ്റ്റീം ചെയ്തിട്ടാണ് ഉണ്ടാവുക. അതിൻ്റെ നമ്മൾ സെർവ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് നെയ്യ് ഇട്ടിട്ടൊന്ന് ബ്രഷ് ചെയ്യും കേട്ടോ അതിൻ്റെ മുകളിൽ കൂടി. ഇതും ഒരു വെറൈറ്റി ടേസ്റ്റാണ്. എന്താ പറയുക, നമ്മൾ കഴിക്കാത്തൊരു ടേസ്റ്റ് ഉണ്ടല്ലോ, നമ്മൾ യൂഷ്വലി കഴിക്കാത്ത എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരു ടൈപ്പ് ഓഫ് ടേസ്റ്റ്. പക്ഷേ നേരത്തെ അത്ര എരിവൊന്നുമില്ല, നല്ല രസമുണ്ടായിരുന്നു. ഇതിൻ്റെ പല വെറൈറ്റി ഐറ്റംസ് ഉണ്ടെന്നാണ് അവിടെ നിന്ന് ആ ഒരു ഷോപ്പ് കീപ്പർ ചേച്ചി പറഞ്ഞത് കേട്ടോ. ഇതിൻ്റെ സ്വീറ്റ് ആയിട്ടുള്ളതുണ്ട് പോലും, പിന്നെ വെജിറ്റബിൾ വെച്ചിട്ടുള്ളതുണ്ട്. ഞങ്ങൾ ഏതായാലും നന്നായിട്ട് ടേസ്റ്റ് ചെയ്തു, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടുത്തെ ചൂടത്ത് ഈ ഒരു ഹോട്ട് ആയിട്ടുള്ള സാധനം കഴിക്കാനും നല്ലൊരു സുഖം ഉണ്ടായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ ഫില്ലായതിനു ശേഷം പിന്നെയും ഞങ്ങൾ കുറേ അലഞ്ഞു തിരിഞ്ഞ് നടന്നു കേട്ടോ. ഹെമ്പിൻ്റെ ബാഗ് കുറേ നോക്കി, കുറേ സോവനീഴ്സ് നോക്കി. എന്താ പറയുക, ഭയങ്കര റേറ്റ് ആട്ടോ, എല്ലാത്തിനും തൊട്ടാപ്പുള്ളുന്ന വിലയാണ്. എന്ത് കണ്ടാലും വാങ്ങാൻ ഭയങ്കര ടെംപ്റ്റേഷനായിരിക്കും കേട്ടോ, അത്രയും ഭംഗിയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇതാ കുറേ സമയം ഇതിലൂടെയിലൊക്കെ കുറേ അലഞ്ഞു തിരിഞ്ഞ് നടന്നു. പിന്നെ കുറേ ടൈമായപ്പോൾ പിന്നെ നമ്മൾ ഹോട്ടൽ റൂമിലേക്ക് തിരിച്ചു പോകണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇനിയും ഒരുപാട് വിശേഷങ്ങളുണ്ട് കേട്ടോ നിങ്ങളുടെ അടുത്ത് പറയാനായിട്ട്. മണാലിയിലെ പ്രധാന അട്രാക്ഷനായിട്ടുള്ള മഞ്ഞ് കാണാനും ഞങ്ങൾ പോയിട്ടോ. അതിൻ്റെ വിശേഷങ്ങളാണ് അടുത്ത വീഡിയോയിൽ. അതുകൂടാതെ കുറേ കാലത്തെ സ്വപ്നമായിരുന്നു കേട്ടോ പാരാഗ്ലൈഡിങ് ചെയ്യാന്നുള്ളത്, അതും എനിക്ക് സഫലമാക്കി. സോ അതിൻ്റെ ഒക്കെ വീഡിയോസ് ആയിരിക്കും അടുത്തതായിട്ട് വരുന്നത്. സോ സ്റ്റേ ട്യൂൺഡ് ആൻഡ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.